ഹലോ ഗായ്സ്, നമസ്കാരം. നമ്മൾ എവിടാ പോകാൻ പോകുന്നേ? നമ്മൾ സിംഗപ്പൂരിൽ പോകാൻ പോവാണ്. ഞങ്ങളുടെ ട്രിപ്പ് എല്ലാം കഴിഞ്ഞു കേട്ടോ ഋഷി. ട്രിപ്പ് ഫിനിഷ്ഡ് കഴിഞ്ഞു. ഇനി സിംഗപ്പൂരും കൂടെ ഉള്ളൂ അല്ലേ? ഇനി സിംഗപ്പൂർ വഴി നമ്മൾ ചെന്നൈ പോയിട്ട് നമ്മൾ പിന്നെ നാട്ടിൽ പോകും. അതാണ് നമ്മുടെ പരിപാടി. സോ ചെന്നൈ പോയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. സ്കൂളിൽ പോകണ്ടാന്ന് ഇപ്പോഴേ പറഞ്ഞു കഴിഞ്ഞു കേട്ടോ. യെസ്, ശ്വേത വീഡിയോ ഇടുമെന്നൊക്കെ പറയുന്നുണ്ട് ഗൈസ്. എനിക്കറിയത്തില്ല ശ്വേത വീഡിയോ ഇടുമെന്നുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ വീണ്ടും നമ്മുടെ സോളോ ട്രിപ്പ് നമ്മൾ കണ്ടിന്യൂ ചെയ്യും. നമ്മൾ പോകാത്ത കുറേ പുതിയ രാജ്യങ്ങളിലേക്കുള്ള നമ്മളുടെ കുറച്ച് അഡ്വഞ്ചറസ് യാത്രകളൊക്കെ നമ്മൾ ഇനി ആരംഭിക്കുന്നതാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഞാനെടുത്ത പുതിയ ക്യാമറയിലാണ് ഞാനിപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. ഇതിൻ്റെ ക്യാമറയൊക്കെ എൻ്റെ ക്യാമറ പൊട്ടിക്കരുത്, അവിടെ വെക്കത്. എൻ്റെ ഇതാ മതി. ഓക്കെ. DJ Action 6 എന്ന് പറഞ്ഞിട്ട് DJയുടെ പുതിയ ക്യാമറ എടുത്തു. അപ്പോൾ അത് വെച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത്. അതിനൊരു മൈക്കൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ആ മൈക്കാണ് നെഞ്ചത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ശരിക്കും ഇത്രയും ദിവസം നമ്മളുടെ യാത്രകൾ നമ്മൾ ഫാമിലി ആയിട്ടായിരുന്നു. നമ്മൾ എവിടെയൊക്കെ പോയി? നമ്മൾ കൊളംബോയിൽ പോയി, അവിടെ നമ്മൾ ജക്കാർത്തയിൽ പോയി, ഇന്തോനേഷ്യയിൽ നിന്ന് നമ്മൾ പിന്നെ ബാലിയിൽ തന്നെ പോയി. ബാലിയിൽ നമ്മൾ കുറേ ദിവസം ഉണ്ടായിരുന്നു. അവിടുന്ന് ഹോങ്കോങ് വന്നു. ഹോങ്കോങ്ങിൽ നമ്മൾ കുറേ ദിവസം ഉണ്ടായിരുന്നു. ആൻഡ് ഇതിൽ ഏറ്റവും കൂടുതൽ ഋഷിക്ക് ഇഷ്ടപ്പെട്ട എവിടെയാണ്? കാർണിവലോ? ചാർണിവൽ അല്ല, കാർണിവൽ. ഋഷിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് കാർണിവലിന് പോയതാ അല്ലേ? കണ്ടോ ശ്വേത? അവന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഹോങ്കോങ്ങിലെ കാർണിവലിന് പോയതാണ്. പിന്നെ ബാലി സൂ ഇഷ്ടപ്പെട്ടായിരുന്നോ? ബാലി സൂ ഇഷ്ടപ്പെട്ടില്ലേ? ബാലി സൂ ഹോട്ടല് മറന്നുപോയോ? സൂ ഹോട്ടല്. എന്തായാലും ഋഷിക്ക് ഇനി അടുത്ത ഒരു വർഷത്തേക്ക് അവന് വീട്ടിലിരുന്ന് കാണാനുള്ള അത്രയും വീഡിയോസ് നമ്മൾ ഓൾറെഡി എടുത്തിട്ടുണ്ട്. കാരണം ഇനിയിപ്പോൾ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ശ്വേത ഇത് തന്നെ ആയിരിക്കും ഇനി സംഭവിക്കാൻ പോകുന്നത്. ഇനി ഇത് തന്നെ ആയിരിക്കും കാണാൻ പോകുന്നത്. അവൻ ഇഷ്ടമുള്ളത് അവനുള്ള വീഡിയോസ് കാണുക എന്നുള്ളതാണ്. അപ്പം നമ്മൾ കൊച്ചിയിൽ ചെന്നൈ പോയിട്ട് ചെന്നൈയിൽ നിന്ന് കൊച്ചി പോകും. പിന്നെ അത് കഴിഞ്ഞ് ഋഷി സ്കൂളിൽ പോകും. ഇത്രയും ദിവസം സ്കൂളിൽ പോകാതിരുന്നിട്ട് ഇപ്പോൾ സ്കൂളിൽ പോകാനായിട്ട് മടി പിടിച്ചിരിക്കുകയാണ്. ഋഷി സ്കൂളിൽ പോകണം, ഡെയിലി സ്കൂളിൽ പോകണം. ഓക്കെ, ഡെയിലി സ്കൂളിൽ പോകും. എത്ര സ്കൂളിൽ പോകും. ഞങ്ങൾക്ക് സ്കൂളിൽ പോകാൻ മടിയായിരിക്കുകയാണ് ഇപ്പോൾ. അതാണ് ഞങ്ങളുടെ സംഭവം. എന്തായാലും ഞാനിനിയിപ്പം തുടർന്ന് അങ്ങോട്ട് നമ്മുടെ യാത്രകൾ, നമ്മൾ പുതിയ പോകാത്ത രാജ്യങ്ങളിലേക്കുള്ള യാത്രകൾ, കുറച്ച് സംഭവങ്ങളൊക്കെ ഇങ്ങനെ പ്ലാൻഡ് ആണ്. സർപ്രൈസ് ആയിരുന്നു കേട്ടോ, പറയണ്ടല്ലോ. നമ്മൾ എന്തിനാ ഇങ്ങോട്ടാണ് പോകുന്നതെന്ന് പറയണ്ടല്ലോ. ഇങ്ങനെ പോകുന്ന വഴിക്ക് നമുക്ക് പറയാമല്ലോ. അതാണല്ലോ അതിൻ്റെ രീതി. അപ്പോൾ ഞങ്ങളിപ്പോൾ സിംഗപ്പൂരിലേക്ക് പോവാണ്. ഞങ്ങൾ ആക്ച്വലി സിംഗപ്പൂർ പോകുന്നത്, നമ്മൾ നാട്ടിലേക്ക് പോകുന്നത് സിംഗപ്പൂർ വഴിയാണ്, ഹോങ്കോങ്. അതാണ് എളുപ്പം പോകാൻ പറ്റുന്ന റൂട്ട്. പിന്നെ നമുക്ക് ചെന്നൈക്കാണ് പോകേണ്ടത്. അപ്പോൾ ഫ്ലൈറ്റ്സും സിംഗപ്പൂർ വഴിയായിരുന്നു ചീപ്പ്. പിന്നെ അത് മാത്രമല്ല, നമുക്ക് സിംഗപ്പൂർ പോകുന്നതിൻ്റെ മെയിൻ റീസൺ എന്താ ശ്വേത? ഋഷിക്ക് അല്ല, ശ്വേതയ്ക്ക് ചൈനീസ് ഫുഡ് കഴിക്കണം. നമുക്ക് ഹോങ്കോങ് വന്നിട്ടൊന്നും ശ്വേതയ്ക്ക് ഇഷ്ടപ്പെടുന്ന ചൈനീസ് ഫുഡ് കിട്ടിയില്ല. അത് നമുക്ക് ഹോങ്കോങ്ങിലേ കിട്ടുള്ളൂ. ഹോട്ട് പോട്ട് കഴിച്ചു, അത് ഓക്കെ. ഹോട്ട് പോട്ട് അല്ലാതെ വേറെ ശ്വേതയ്ക്ക് ഇഷ്ടപ്പെടുന്നൊരു സെറ്റ് ഓഫ് ചൈനീസ് ഫുഡ് ഉണ്ട്. അതൊരു സിച്ചുവാൻ ഫുഡാണ്. അത് ഞങ്ങൾ ഏറ്റവും നന്നായിട്ട് കഴിച്ചിട്ടുള്ളത് ഗോഞ്ചോയിൽ ചൈനയിൽ പോയപ്പോഴും, പിന്നെ ഞാൻ ഇവൂല് പോയപ്പോഴും കഴിച്ചിട്ടുണ്ട്. പിന്നെ ചെങ്ഡു, അവിടെയൊക്കെ ഞാൻ ചൈനയിൽ പോകുമ്പോൾ സ്ഥിരം നമ്മൾ കഴിക്കുന്നതാണ്. പക്ഷേ ശ്വേതയ്ക്ക് ഇത്തവണ ചൈനീസ് വിസ ഇല്ലാത്തതുകൊണ്ട് വി കുഡ്ന്റ് ഗോ ടു ചൈന. അപ്പോൾ നമ്മൾ സിംഗപ്പൂർ അതിനൊരു കറക്റ്റ് സ്പോട്ട് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അത് ഫുഡ് കഴിക്കാൻ വേണ്ടി മാത്രമാണ് സിംഗപ്പൂർ പോകുന്നത്. പിന്നെ നമുക്ക് ടോണിച്ചാൻ, നമ്മുടെ ഫ്രണ്ട് ടോണിച്ചാൻ ആൻഡ് ഫാമിലിനെ കാണണം. ഇവർ പഴയ ഫ്രണ്ട്സാണ്. ഇവൻ്റെ പഴയ ഫ്രണ്ട്സൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ കുട്ടികളായിട്ടൊക്കെ 2 ദിവസം കളിച്ച് തകർത്ത് അങ്ങനെ നരീത എക്സ്പ്രസ് വെച്ച് ഋഷി കളിക്കും. വന്നിട്ട് നാട്ടിൽ പോകും. എന്തായാലും വി ആർ റെഡി ടു ഗോ ടു എയർപോർട്ട്. ഞങ്ങൾ ഹോങ്കോങ്ങിൽ ഞങ്ങൾ കഴിഞ്ഞ കുറേ ദിവസം താമസിച്ച നമ്മളുടെ എയർപോർട്ടാണ്. ചെന്നൈ വഴിയാണ് നമ്മൾ കൊച്ചി പോകുന്നത്. ഓക്കെ, അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ കുറേ ദിവസം നമ്മൾ താമസിച്ച നമ്മുടെ ഹോങ്കോങ് ഹോളിഡേ ഇൻ ഗോൾഡൻ മൈൽ എയർപോർട്ടിലാണത് അല്ലേ? അങ്ങനെയല്ലേ? ആണോ? അല്ല സോറി, ഹോട്ടൽ അല്ലേ? എന്താ പണി പോകുന്നതിൻ്റെ വിഷമമാണോ നിനക്ക്? എനിക്കതല്ല, പിന്നെ ഞാൻ പറഞ്ഞു നിങ്ങൾ കേൾക്കാതെ നിങ്ങൾ പോയി പുതിയൊരു ക്യാമറ വാങ്ങിച്ചു. പുതിയ ക്യാമറ വേണ്ടേ ഗൈസ്? പിന്നെ നമുക്ക് ക്യാമറ പുതിയ ഡിവൈസുകൾ വരും തോറും നമുക്ക് അപ്ഡേറ്റ് ചെയ്യണ്ടേ? അതാണല്ലോ നമ്മുടെ ഒരു രീതി എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും ദിസ് വാസ് അവർ വ്യൂ ഫ്രം അവർ ഹോട്ടൽ റൂം. ഇത് ഈ ഹോട്ടൽ ബിൽഡിങ്ങിൻ്റെ 17ാമത്തെ നിലയിലെ ഒരു വ്യൂ ആണ്. പഴയ ബാൽക്കണി ഇതില്ലടാ ഋഷി, ബാൽക്കണി ഇല്ല ഇവിടെ. ഇത് പഴയ ബിൽഡിങ്ങുകളാണ് ഈ കാണുന്നത്. അതിനിടയ്ക്ക് പുതിയ ബിൽഡിങ്ങുകളൊക്കെ കാണാം. എന്തായാലും നമ്മളിപ്പോൾ എയർപോർട്ടിലേക്ക് പോകാൻ റെഡി ആവുന്നു. 3 പെട്ടിയായിട്ട് ഇറങ്ങിയ നമ്മളാണ്. 3 പെട്ടിയല്ല, 2.5 പെട്ടിയായിട്ട് ഇറങ്ങിയ ഞങ്ങളാണ്. ഇപ്പോൾ ഒരു പെട്ടി അഡീഷണൽ കയറി. അത് കുഴപ്പമില്ല, അത് എൻ്റെ പെട്ടിയാണ്. അത് എൻ്റെ പെട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ആൾക്കാർക്കൊക്കെ ടോയ്സ് വാങ്ങിച്ചതാണ് അല്ലേ ശിവല? ചില ആൾക്കാരുടെ ടോയ്സ് ആണ്.
ചില ആൾക്കാരുടെ ടോയ്സും സാധനങ്ങളൊക്കെയാണ് ഈ പറഞ്ഞ പോലെ വണ്ടിക്കകത്ത് വന്നിരിക്കുന്നതെന്ന് പറയുന്നത്. ആ വണ്ടി വരും കേട്ടോ, വണ്ടി നമ്മുടെ വരും. ഞാനിപ്പം എയർപോർട്ടിൽ പോകാനായിട്ട് ഒരു യൂബർ ബുക്ക് ചെയ്തു. ഇറ്റ്സ് ഓൺ ദ വേ. $300 ഊബറിന്. കാരണം ഈ പെട്ടിയും വെച്ചുകൊണ്ട് നമുക്ക് ട്രെയിനിലും ബസ്സിലും കയറി പോലും പ്രാക്ടിക്കലി പോസിബിൾ അല്ലാത്തതുകൊണ്ട് നമ്മൾ ഊബർ ബുക്ക് ചെയ്തു. ഇതാണ് ഞങ്ങൾ താമസിച്ച ഹോട്ടൽ, ഹോളിഡേ ഇൻ ഗോൾഡൻ മൈൽ ഹോങ്കോങ്. ഇവിടെ നല്ല അടിപൊളി ലൊക്കേഷനാണ്. ലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവറിത്തിങ് ഈസ് വാക്കബിൾ. ശരിക്കും നമ്മൾ വി ഹാർഡ്ലി ടുക്ക് എ പബ്ലിക് ട്രാൻസ്പോർട്ടോ ടാക്സി അല്ലേ. നമ്മൾ ആ ഡിസ്നി ലാൻഡ് പോകാനും അവിടെ ഇവിടെ പോകാനും മാത്രമേ നമ്മൾ ടാക്സി എടുത്തിട്ടുള്ളൂ. ബാക്കി എല്ലായിടത്തും നമ്മൾ നടന്നാണ് പോയത്. എല്ലാം വാക്കബിൾ ആയിരുന്നു. എവറിത്തിങ് വാസ് വാക്കബിൾ. സോ അവർ ടാക്സീസ് ഓൺ ദ വേ. നമ്മുടെ കയ്യിൽ 4 പെട്ടി ഉള്ളതുകൊണ്ടാണെന്ന് അറിയത്തില്ല. സാധാരണ ഒരു വണ്ടി ബുക്ക് ചെയ്തപ്പോഴത്തേക്കിനും ഒരു വലിയ വണ്ടി വന്നു. ഇത് ടൊയോട്ടയുടെ ഏതോ ഒരു വണ്ടിയാണ്. സോ വി നീഡ് ടു കീപ്പ് അവർ ബാക്ക് സീറ്റ്. ഹലോ. സീറ്റൊക്കെ മടക്കി കഴിഞ്ഞാൽ ഇഷ്ടംപോലെ പെട്ടി വെക്കാനുള്ള സ്ഥലമുണ്ട് ഗൈസ്. അയ്യോ ഋഷിക്ക് സീറ്റ് ഇല്ല. ആ യെസ് സുജിത്ത് എയർപോർട്ട് ടെർമിനൽ 1. എവിടെയാണ്? ഋഷിക്ക് സീറ്റ് ഇല്ലല്ലേ? ഋഷിയുടെ സീറ്റ് പുറകിലുണ്ട്. പോയിരിക്കോ? പുറകിൽ പോയിരിക്കോ? എന്നാ പോയിരിക്കും. അങ്ങനെ നമ്മൾ നിമിഷം നേരങ്ങൾ കൊണ്ട് എയർപോർട്ടിലെത്തിയിരിക്കുകയാണ്. അപ്പുറത്തൂടെ ഇറങ്ങണം ഋഷി. ദാറ്റ് വേ. ആക്ച്വലി ഊബർ വിളിക്കുന്നത് നഷ്ടമാണ് ഇവിടെ. ഊബറിൻ്റെ റേറ്റ് കൂടുതലാണ്. നമുക്ക് ഇവിടുത്തെ ലോക്കൽ ടാക്സി വിളിക്കുന്നതാണ് ഹോങ്കോങ്ങിൽ വരുമ്പോൾ ലാഭം. ഊബറിന് എങ്ങനെ പേര് ഒരു $10-20 $30 കൂടുതലായിരിക്കും. പക്ഷേ എൻ്റെ കയ്യിൽ പൈസ ഇല്ലാതിരുന്നത് കൊണ്ടും കയ്യിലുള്ള ക്യാഷൊക്കെ തീർന്നത് കൊണ്ടും ലോക്കൽ ടാക്സിക്കാർ കാർഡ് എടുക്കില്ല. എല്ലാവരും എടുക്കില്ല, ചില ആൾക്കാർ മാത്രമേ എടുക്കുള്ളൂ. ചോദിച്ചിട്ട് വേണം കയറാൻ. അപ്പോൾ കാർഡ് എടുക്കാത്തത് കൊണ്ടും നമുക്ക് യൂബർ ബുക്ക് ചെയ്യേണ്ടി വന്നു. യെസ് പിടിച്ചോ ഞാൻ വെച്ചോളാം. ഇല്ലെങ്കിലും ഞാനാണല്ലോ വെക്കുന്നത്. എല്ലാ പെട്ടിയും ചെക്കിൻ ചെയ്യും. അവന്റെ ആണ് ഏറ്റവും കൂടുതൽ. ലോകത്ത് ആദ്യമായിട്ട് ഉണ്ടാക്കിയ വിമാനമാണ് ഈ കാണുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, റൈറ്റ് ബ്രദേഴ്സ് ഉണ്ടാക്കിയ ആ വിമാനം. ഇങ്ങനത്തെ ഒരു വിമാനത്തിൻ്റെ ഒരു മോഡൽ ഇവിടെ എയർപോർട്ടിൽ തൂക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എവിടെയാണ് നമ്മുടെ ചെക്ക് ഇൻ കൗണ്ടേഴ്സ് എന്നുള്ളത് പോയി തപ്പണം. പുതിയ ക്യാമറയാണ്, പുതിയ കുറച്ച് സെറ്റിങ്സ് ഒക്കെ പരീക്ഷിച്ച് ട്വീക്ക് ചെയ്ത് വരണം. ഇതിപ്പോൾ ഞാൻ മൈക്കില്ലാതാണ് വീഡിയോ എടുക്കുന്നത്. ഓ അതാണ് ഫസ്റ്റ് വിമാനം. അതെ, വിമാനത്തിൻ്റെ ഹിസ്റ്ററി മോൻ വലുതാകുമ്പോൾ പഠിക്കും കേട്ടോ. അതാണ് ഫസ്റ്റ് വിമാനം. അവൻ്റെ പെട്ടി അവനെ പിടിക്കുള്ളൂ. ആ പെട്ടി കുഞ്ഞു പെട്ടി അവൻ്റെ ആണെന്ന് അവൻ്റെ വിചാരം. അവൻ്റെ സാധനങ്ങളല്ല ഇതിനകത്തിരിക്കുന്നത്. പക്ഷെ ആ പെട്ടി അവനെ പിടിക്കുള്ളൂ. ഇവിടെ വലിയ തിരക്കൊന്നുമില്ല. ഞാനാണെങ്കിൽ മറ്റേ ഇവരുടെ പ്രയോറിറ്റി ചെക്കിൻ എന്നും പറഞ്ഞുകൊണ്ട് ഒരു $750 എക്സ്ട്രാ കൊടുത്തൊരു സാധനം കൂടെ എടുത്തായിരുന്നു. ചെക്കിൻ ചെയ്യാനായിട്ട് തിരക്കുണ്ടെങ്കിൽ ക്യൂ നിന്ന് സമയം കളയേണ്ട, അറ്റപ്പറ്റ ലേറ്റായി കഴിഞ്ഞ് എത്തിക്കഴിഞ്ഞാൽ പണിയാവില്ലോ എന്നൊക്കെ കരുതി. ഇവിടെ വന്നപ്പോഴത്തേക്കും ഇവിടെ ആരുമില്ല ഗൈസ്. എൻ്റെ പൈസ പോയി എന്ന് പറയാൻ പറ്റില്ല കേട്ടോ. ഒരുപാടുണ്ടെന്ന് അറിയാം. നമുക്ക് പ്രയോറിറ്റി ബാഗേജ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ നമുക്ക് ബോർഡിങ്ങും പ്രയോറിറ്റി തരുമെന്നാണ് പറയുന്നത്. അറിയില്ല, കാര്യമൊന്നുമില്ല. ശരിക്കും ഇൻഡിഗോ ഒക്കെ അത് നമുക്ക് എപ്പോഴും ഹെൽപ്ഫുള്ളാണ്. കാരണം ഇൻഡിഗോയുടെ എപ്പോഴും തിരക്കായിരിക്കുമല്ലോ. ഡൊമസ്റ്റിക് ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ ഫാസ്റ്റ് ഫോർവേഡ് എന്ന് പറഞ്ഞ് ബഡ്ജറ്റ് എയർലൈൻസിന് എല്ലാം ഉള്ള പരിപാടിയാണ് ഫാസ്റ്റ് ഫോർവേഡ് എന്ന് പറഞ്ഞൊരു പരിപാടി. ബഡ്ജറ്റ് എയർലൈൻസിന് മാത്രമല്ല, വേറെ പല എയർലൈൻസിനും ആ ഒരു സംഭവം കൊടുക്കുന്നുണ്ട്. ചെക്ക് ഇൻ ചെയ്യാനായിട്ട് ബാഗ് ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി ക്യൂ നിൽക്കണ്ട എന്നുള്ള ഒരു കൺസെപ്റ്റ്. ചിലപ്പോൾ അത് എപ്പോഴും ഉപകാരപ്പെടുന്നത് നമ്മൾ അവസാന നിമിഷം എയർപോർട്ടിൽ ഓടി എത്തുമ്പോഴാണ്. ലാസ്റ്റ് സമയം. ഞാനെപ്പോഴും ലാസ്റ്റ് സമയം എത്തുന്ന ആളാണ്. അപ്പോൾ എനിക്കത് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. നിൻ്റെ മക്യൂർ അവിടെ വരുവാടാ. പെട്ടി കൊടുത്തതിന് ഇടിയാണ്, ബഹളമാണ്. പെട്ടിക്ക് ആരാണ്ട് കൈവശം കൊടുത്തിട്ടുണ്ട് തോന്നുന്നു കേട്ടോ ശ്വേത. ദാറ്റ്സ് വാട്ട് ഐ തിങ്ക് സോ. നമ്മൾ സ്കൂട്ടിൻ്റെ ബാഗേജ് ചെക്ക് ഇൻ ചെയ്യുന്നതിന് മാത്രമേ പ്രയോറിറ്റി ഉള്ളൂ. ബാഗേജ് ഡെലിവറി സമയത്ത് ഒരു പ്രയോറിറ്റി ഇല്ല. അത് തോന്നുമ്പോഴൊക്കെ വരുള്ളൂ. ബഡ്ജറ്റ്സ് ഒക്കെ കുഴപ്പമില്ല. ബോർഡിങ്ങിൽ നമുക്ക് ഫസ്റ്റ് കയറാൻ പറ്റും. പക്ഷേ കാര്യമൊന്നുമില്ല. ആദ്യം വിമാനത്തിൽ കയറിയിരിക്കുക, അത്രയേ ഉള്ളൂ, വേറൊന്നുമില്ല. ഇത് കണ്ടോ, ഈ ടോയ്ലറ്റ് എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെ, അതായത് എയർപോർട്ടിലെ ടോയ്ലറ്റിൽ നമ്മൾ ഇതിനകത്ത് മെയിൽ ടോയ്ലറ്റ് വേക്കൻസി ഇതിനകത്ത് 2 പച്ച, അപ്പോൾ 2 കാലിയാണ് എന്നൊക്കെ പറഞ്ഞ് ഇതിനകത്ത് വെച്ചിരിക്കുകയാണ്. കണ്ടില്ലേ, ഓരോ സ്ഥലത്തും ഏതൊക്കെ ടോയ്ലറ്റാണ് കാലി, ഏതൊക്കെയാണ് ആളുള്ളതെന്ന് മനസ്സിലാക്കാം. അത് ഭയങ്കര സംഭവമാണ്. അകത്ത് കയറുന്നതിന് മുമ്പ് ടോയ്ലറ്റ് വേക്കൻസി അറിയാൻ പറ്റും. ഇത് കണ്ടോ, ഇപ്പം നിങ്ങളുടെ ടോയ്ലറ്റിൽ ഇത്രയും പച്ച കാണുന്നതെല്ലാം കാലിയാണെന്ന്. ലൊക്കേഷൻ ഓഫ് പാസഞ്ചേഴ്സ് ടോയ്ലറ്റ് വേക്കൻസി എത്ര അവൈലബിൾ ആണ്, എത്ര ഇതാണ്. ഞാൻ ആദ്യമായിട്ട് അങ്ങനത്തെ ഒരു സംഭവം കാണുന്നത്. അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിനകത്ത് കയറി വന്ന് ചെക്കിനെല്ലാം കഴിഞ്ഞ് കയറി വന്നപ്പോഴത്തേക്കിന് എത്തിഹാദുണ്ടോ? എത്തിഹാദുണ്ട്, കാത്തേ പസഫിക് ഉണ്ട്, എല്ലാം ഉണ്ടല്ലേ. എവിടെ സ്കൂട്ട് വന്നിട്ടില്ല, ഇപ്പോൾ വരും കേട്ടോ. അങ്ങനെ എത്തിഹാദ് അപ്പുറത്ത് കിടപ്പുണ്ട്, കാത്തേ പസഫിക് ഇവിടെ കിടപ്പുണ്ട്. ഈ പൂക്കൾ കണ്ടോ, ഇതെല്ലാം ഒറിജിനലാണെന്ന് നോക്കി. ഋഷിയാണ് വന്ന് പറഞ്ഞത്. ഋഷി ഒറിജിനലാന്ന് പറഞ്ഞപ്പോൾ ഞാൻ അല്ലെന്ന് പറഞ്ഞു, പ്ലാസ്റ്റിക് ആണെന്ന് പറഞ്ഞു. പക്ഷേ ഇറ്റ്സ് ഒറിജിനൽ അല്ലടാ, ഇതെല്ലാം ഒറിജിനലാണ്. ചേതാ നീ ഇത് കണ്ടോ? ഇത് കണ്ടു കഴിഞ്ഞാൽ ഒറിജിനലാന്ന് പറയൂ. ഈ എയർപോർട്ടുകളിലൊക്കെ ഇത് പ്ലാസ്റ്റിക് പോലത്തെ ഈ പൂവൊക്കെ എങ്ങനെയാണ് ഒറിജിനൽ പോലെ വെക്കുന്നത്?
ചൈന അല്ലേ, എന്തെങ്കിലുമൊക്കെ ടെക്നോളജി ഉണ്ടാകും, പറയാൻ പറ്റില്ല. ഫുൾ പൂക്കളൊക്കെ ആയിട്ടേ എന്ത് ഭംഗിയല്ലേ, എന്ത് രസമല്ലേ, മണമുണ്ടോ? നമുക്കിവിടെ ഒരു ലോഞ്ച് ഉണ്ട്, പ്ലാസ പ്രീമിയം ഫസ്റ്റ് ആൻഡ് പ്രീമിയം ലോഞ്ച് എന്നും പറഞ്ഞിട്ട് നമുക്ക് ലോഞ്ചിൽ കയറാം. കുറച്ച് സമയമേ ഉള്ളൂ നമുക്ക് ഫുഡ് കഴിക്കാനായിട്ട്. വി ഗോ ടു ലോഞ്ച്. ഞങ്ങളുടെ നേരെ മുമ്പിൽ വിമാനം, ഞങ്ങൾ വിമാനം നോക്കി ഇവിടെ ഇരിക്കുന്നു അല്ലേ. എന്താ കഴിക്കുന്നത് ഋഷി? എന്താ അത്? എന്തോ ഒരു മിഠായി വാങ്ങിച്ചാണ് ഗൈസ്, ഗമ്മി ബെയർ. അത് താഴെ ഇട്ട് മുട്ടിക്കല്ലേ, അല്ലാതെ കഴിക്കുക കേട്ടോ. എന്തൊക്കെയോ വേണമെന്നൊക്കെ പറഞ്ഞ് വാങ്ങിപ്പിക്കുന്നുണ്ട്. അപ്പോൾ വിമാനം കണ്ടുകൊണ്ടിരുന്ന് ഭക്ഷണം കഴിക്കുകയാണ് ഞങ്ങൾ. ഹാവ് യു ഗോട്ട് സംതിങ് ഫോർ യുവർ സെൽഫ്? എന്ത് സാധനം അത്? എന്തോ സാധനം കിട്ടി ഗൈസ്. കൊറിയൻ റൈസ് റോളോ? നൂഡിൽ പോലത്തെ സാധനം. പിന്നെ സ്പ്രിംഗ് റോൾസ് ഉണ്ട്. ഋഷിക്ക് ഇവിടെ മറ്റേ മക്കറോണി കിട്ടി, സ്പ്രിംഗ് റോള് കിട്ടി, ജ്യൂസ് കിട്ടി. എനിക്ക് ബ്രോക്കോലി ഉണ്ട്. എനിക്കും കിട്ടി കുറച്ച് ചോറും സ്പ്രിംഗ് റോളും. ചിക്കനും ഉണ്ട്, ചിക്കൻ. ജപ്പാൻ എയർലൈൻസിലെ വിമാനം കിടക്കുന്നുണ്ടോ? ഹോങ്കോങ് ടു എവിടെയെങ്കിലും ടോക്കിയോയോ ഇവിടെ അറിയത്ത് എവിടെയെങ്കിലും പോകുന്ന സാധനമായിരിക്കും ജപ്പാൻ എയർലൈൻസിൻ്റെ വിമാനം. ഞങ്ങളിപ്പോൾ വന്നിരിക്കുന്ന കംപ്ലീറ്റ് ഏരിയ എന്ന് പറയുന്നത് മൊത്തം കത്തൈ പസഫിക്കിൻ്റെ വിമാനങ്ങളാണ്. ഇവിടെ ഏറ്റവും കൂടുതലും കത്തൈ പസഫിക് ആണ് കാണുന്നത്. പിന്നെ ചിലപ്പോൾ ഇങ്ങനെ അവിടെ ഇവിടെ നിന്നൊക്കെ വരുന്ന എന്തെങ്കിലുമൊക്കെ സാധനങ്ങളും വേറെ കാണും. അങ്ങനെ ഞങ്ങൾ പോകാൻ പോകുന്ന വിമാനമാണ് ആ കാണുന്നത്. flyscoot.com. അതായത് സ്കൂട്ട് എന്ന് പറയുന്ന നമ്മുടെ പൊന്നോമന സാധനം സിംഗപ്പൂരിൻ്റെ ബഡ്ജറ്റ് എയർലൈൻ ആണ്. ഇതിലാണ് നമ്മൾ പോകുന്നത്. ചെറിയ വിമാനമാണ്, 320 ആണ്. TR939 4:30 നമ്മുടെ വിമാനം. ഇവിടുന്ന് 4 മണിക്കൂർ യാത്രയുണ്ട് സിംഗപ്പൂരിലേക്ക്. നമ്മൾ ബോർഡ് മീ ഫസ്റ്റ് എന്നും പറഞ്ഞുകൊണ്ട് ഇവരുടെ പ്രയോറിറ്റി പാസ് എടുത്തിട്ടുള്ളത് കൊണ്ട് നമുക്ക് ആദ്യം ബോർഡ് ചെയ്യാം. ഋഷിയുടെ സ്പെല്ലിംഗ് ഉണ്ട് കേട്ടോ, ഉണ്ട്, എല്ലാം ഉണ്ട് കേട്ടോ. ഋഷിയുടെ പാസ്പോർട്ട് കൊടുക്കണേ. കൊടുക്കാതെ എങ്ങനെയാ പിന്നെ വിമാനത്തിൽ കയറുക? പാസ്പോർട്ടും ബോർഡിംഗ് പാസും കൂടെ അവരുടെ കൈ കൊടുക്കണം കേട്ടോ, അന്നേരം അവർ കയറ്റും. ഓക്കെ, എന്നാലേ കയറ്റുള്ളൂ കേട്ടോ. അവർ സ്കാൻ ചെയ്തിട്ട് തിരിച്ചു തരും. ഈ ക്യൂവിലാണ്. നല്ല തണുപ്പാണ് ഗൈസ്. അയ്യ വിമാനത്തിൽ കെട്ടിപ്പിടിച്ച് ഉള്ളിലേക്ക് കൊടുക്കുന്നു. അങ്ങനെ ചെയ്യാൻ പാടില്ല കേട്ടോ. പിന്നെ ജിറ്റി അല്ലാതെ പിന്നെ അങ്ങനെ ചെയ്യരുത് കേട്ടോ. കേട്ടോ, കോക്പിറ്റ് ഉണ്ടോ? കണ്ടോ? പോരുത്. കം. അവിടെ അല്ല. ക്യാപ്റ്റൻ ഹലോ പറഞ്ഞല്ലേ നിന്നോട്? ഹൗ ആർ യു ചോദിച്ചല്ലേ? വെരി ഗുഡ്. ആളോ, ഇത് നമ്മുടെ ഇൻഡിഗോ ഒക്കെ പോലെ തന്നെയുള്ള ഒരു ബഡ്ജറ്റ് എയർലൈനാണ്. പക്ഷേ ഇൻഡിഗോ പോലെ എന്ന് പറയാൻ പറ്റില്ല, നമുക്ക് ഇതിൻ്റെ സീറ്റ് പോലും നമുക്ക് ചാരാൻ പറ്റില്ല. റയാനെയർ ഒക്കെ പോലെ എന്ന് പറയാം. ഹായ് 20. You go further. You go back. Back side. 20-ലാണേ. Yes, sitting on the back. Here. ഇവിടെ കയറുക. ചേട്ടാ പുഷ് ബാക്ക് പോലും ഇല്ല കേട്ടോ. സീറ്റ് ചാരാൻ പോലും പറ്റില്ല. 4 മണിക്കൂർ കുതാകുക. ഇതിന് പുഷ് ബാക്ക് ഉണ്ട് കേട്ടോ. ഞാൻ പുഷ് ബാക്ക് ഇല്ല എന്ന് ആദ്യം വിചാരിച്ച റോങ് ആണ്. പുഷ് ബാക്ക് ഉണ്ട്, ചാരി ഇരിക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഇൻഡിഗോ പോലെയാണ്. യെസ്, ചാരിയിരുന്നോ. അവൈലബിൾ ഓൺ ബോർഡ്, സീറ്റ് അപ്ഗ്രേഡ്, സ്കൂട്ട് കഫേ, ട്രാക്കിംഗ് ഫ്ലൈറ്റ്, ഡ്യൂട്ടി ഫ്രീ ഷോപ്പിംഗ്. ഇതിനകത്ത് പിന്നെ വൈഫൈ ഒക്കെ ഉണ്ട് കേട്ടോ. വൈഫൈ ഉണ്ട്, പക്ഷെ നല്ല പേയ്മെൻ്റ് ആയിരിക്കും. പേയ്മെൻറ്റ് എത്രയാണെന്ന് എനിക്ക് അറിയത്തില്ല. ഇത് നമ്മുടെ അമേരിക്കയിൽ പോയി കഴിയുമ്പോഴത്തേക്കിന് ഫ്ലൈറ്റിലൊക്കെ ഭയങ്കര റേറ്റ് ആണെന്നുണ്ടെങ്കിൽ ഫ്രീ വൈഫൈ ഉണ്ട് എല്ലാ വിമാനത്തിലും. ഓൾമോസ്റ്റ് മിക്ക വിമാനത്തിലും അമേരിക്കൻ എയർലൈൻസ് ആണെന്ന് തോന്നുന്നു പേയ്മെൻറ്റ് കൊടുക്കുന്നത്. ബാക്കി ജെറ്റിലും ഒക്കെ കയറുകയാണെങ്കിൽ മിക്കതിലും ഫ്രീ വൈഫൈ. നമ്മൾ വിമാനത്തിൽ കയറി ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് വൈഫൈ കണക്ടിവിറ്റി കിട്ടും. എന്താ ഇപ്പോൾ പ്രശ്നം? എന്താ ചേതൊക്കെ ഇപ്പം ഇച്ചിരി വണ്ണമുള്ള ആൾക്കാർക്ക് പൊതുവേ സീറ്റ് ബെൽറ്റ് ഇടാനായിട്ട് ഒരു ബുദ്ധിമുട്ടും ഒരു വിമാനത്തിൽ ഉണ്ടാവാത്തതാണ്. ഇതാദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ എക്സ്പീരിയൻസ് ചെയ്തത്. ഒരു തുള്ളിയേ ഉള്ളൂ, അത് എത്തുന്നില്ല. ഓക്കെ, അപ്പോൾ ഞങ്ങളത് ക്രൂവിനോട് പറഞ്ഞു ഞങ്ങൾക്ക് സീറ്റ് ബെൽറ്റ് ഇടാൻ പറ്റുന്നില്ല എന്ന് ശ്വേതയ്ക്ക്. അപ്പോൾ അവർ പറഞ്ഞു സീറ്റ് ബെൽറ്റ് എക്സ്റ്റെൻഡ് ചെയ്യുന്നൊരു സാധനമുണ്ട്, അത് കൊണ്ടുതരാമെന്ന് പറഞ്ഞു. ആദ്യമായിട്ടാണ് ഞാൻ, കാരണം നമ്മൾ യു എസിലൊക്കെ പോകുമ്പോൾ കാണുന്നതല്ലേ ഭയങ്കര തടിയുള്ള ആൾക്കാരൊക്കെ വിമാനത്തിൽ കയറി യാത്ര ചെയ്യുന്നതല്ലേ, ഇഷ്ടംപോലെ ആൾക്കാർ. ചിലപ്പോൾ നിന്റെ തടിയൊന്നും ഒന്നും അല്ല, നിന്നെക്കാട്ടി ഡബിൾ വലിപ്പമുള്ള ആൾക്കാർ വിമാനത്തിൽ യാത്ര ചെയ്യുന്നുണ്ട്. അതെ, ആദ്യമായിട്ടാണ് ഒരു വിമാനത്തിൽ സീറ്റ് ബെൽറ്റ് ഇടാൻ പറ്റാതെ ആക്ച്വലി ഒരു എക്സ്പീരിയൻസ് ഉണ്ടാകുന്നത്.
ഞാനേ നോക്കിയപ്പോഴത്തേക്കിനും ഈ സാധനം കണ്ട എക്കോ വന്നിട്ടുണ്ട് നെറ്റ്ഫ്ലിക്സിൽ. അപ്പം ഞാനത് ഡൗൺലോഡ് ചെയ്ത് വെച്ച്. എവിടെ പെപ്പ പിഗ്? ഇത് പെപ്പ പിഗ് ആണോ? എൻ്റെ പൊന്നെ, പെപ്പ പിഗ് ആണ് അത്ര ഇത്. പെപ്പ പിഗ് കുറച്ച് സമയം എടുക്കുമെന്ന്. ഞങ്ങള് ഋഷിക്ക് വിശക്കുന്നതെന്നും പറഞ്ഞുകൊണ്ട് ചോറ് വാങ്ങിച്ചു. ചോറല്ല, ദാൽ കറി ബസുമതി റൈസും പിന്നെ കൊക്കക്കോളയാണെന്ന് പറഞ്ഞുകൊണ്ട് മിനിറ്റ് മെയ്ഡ് ഓറഞ്ച് ജ്യൂസ്. അത് ഇത് ഓറഞ്ച് കൊക്കക്കോളയാണേ. ആ ഓറഞ്ച് കൊക്കക്കോള. ഓക്കെ. പിന്നെ ഒരു ബിസ്ക്കറ്റ്, ഒരു കുപ്പി വെള്ളം. $19 സിംഗപ്പൂർ. ഇവര് ഫിസിക്കൽ കാർഡ് മാത്രമേ എടുക്കുകയുള്ളൂ, അല്ലെങ്കിൽ സിംഗപ്പൂർ ഡോളർ ക്യാഷ് ആയിട്ട് കൊടുക്കണം. ആപ്പിൾ പേ വർക്ക് ചെയ്യത്തില്ല, ടാപ്പ് ചെയ്യാൻ പറ്റത്തില്ല. ഋഷി 1 മിനിറ്റ് പോലും ഉറങ്ങിയില്ല. ഇവിടെ ഇപ്പോൾ ഇത്ര നേരം കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ രണ്ടുപേരുടെയും കൂടെ. ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ഞങ്ങൾ അതിനിടയ്ക്ക് സിനിമ കണ്ടു തീർത്തു. എക്കോ നല്ല പടം കേട്ടോ, കൊള്ളാം, അടിപൊളി പടം, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു കിഡ്ലിൻ അൺഎക്സ്പെക്റ്റഡ് ക്ലൈമാക്സ്. ഞാൻ ഇപ്പോഴാണ് കാണുന്നത്, തിയേറ്ററിൽ പോയി കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ചെയ്തതും കൂടെ അത് കണ്ടു തീർത്ത്. അങ്ങനെ 4 മണിക്കൂറിന് ശേഷം നമ്മൾ സിംഗപ്പൂർ എയർപോർട്ടിലേക്ക് ലാൻഡ് ചെയ്യാൻ വേണ്ടി പോവാണ്. അവിടെ ഇരിക്കണമെന്ന്, അടങ്ങിയിരിക്കണമെന്ന്. സാധാരണ സിംഗപ്പൂർ ലാൻഡ് ചെയ്യുമ്പോഴത്തേക്കിനും കടലിൻ്റെ മേളിൽ കൂടെ വന്ന് ലാൻഡ് ചെയ്യുന്നത്. ഞാൻ കൂടുതലും അങ്ങനെ ലാൻഡ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ വേറൊരു സൈഡിൽ കൂടെ വന്ന് ലാൻഡ് ചെയ്യുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു രീതി വന്ന് ലാൻഡ് ചെയ്യുന്നത്. ഇത് എന്താ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. മേ ബി വേറെ ഏതെങ്കിലും റൺവേ ആയിരിക്കാം. ഇവിടെ കുറേ റൺവേ ഉണ്ടല്ലോ. അങ്ങനെ നമ്മൾ സിംഗപ്പൂർ എത്തി. സിംഗപ്പൂർ. ഇവിടെ ആരും ഇറങ്ങുന്നില്ലേ? ഇവരൊന്നും ഇറങ്ങാത്ത മറ്റേ വീൽ ചെയർ കൊടുക്കുന്ന ആൾക്കാരായിരിക്കും, വയ്യാത്ത ആൾക്കാരായിരിക്കും. ഋഷി എത്രാമത്തെ തവണയാണ് സിംഗപ്പൂർ വരുന്നതെന്ന് അറിയാമോ? എത്രാമത്തെ തവണയാണ് ഋഷി സിംഗപ്പൂർ വരുന്നത്? 3ാമത്തെ പ്രാവശ്യം. ഓ, ഋഷി 3ാമത്തെ തവണയാണ് സിംഗപ്പൂർ വരുന്നത്. എനിക്ക് വയ്യ. ആണോ? ഞാൻ എത്രാമത്തെ തവണയാണെന്ന് എനിക്ക് പോലും അറിയത്തില്ല. കമോൺ. ഈ സാധനം കണ്ടോ? ഇന്നോവേഷൻ, എന്താ AI ഇന്നോവേഷൻ വേൾഡ് വൈഡ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എഴുതി പരസ്യമാണ് നമ്മൾ സിംഗപ്പൂർ ഇറങ്ങുമ്പോഴേ കാണുന്നത്. അത് ഞങ്ങൾക്ക് ഇവിടെ വന്നപ്പോഴത്തേക്കിനും കറക്റ്റ് മനസ്സിലായി. ഓ, ഇത് ഭയങ്കര സംഭവമായിരുന്നു അല്ലേ ശ്വേത? അതായത് ഞങ്ങൾ ആദ്യമേ വരുന്നു. ഞങ്ങൾ അവിടെ ഫാമിലി ആയിട്ട് യങ് ചിൽഡ്രനുമായിട്ട് പോകേണ്ട ഒരു സ്ഥലമുണ്ട്. ഇവിടെ മാനുവൽ കൗണ്ടേഴ്സേ ഇല്ല. ഇവിടെ ഫുള്ള് മറ്റേ ഗേറ്റ് സമ്പ്രദായമാണ്. ഈ സിംഗപ്പൂർ വന്നവർക്കറിയാം. പണ്ട് ഞാൻ മാനുവൽ കൗണ്ടേഴ്സ് കണ്ടിട്ടുണ്ട്, പക്ഷേ ഇപ്പോൾ അതുമില്ല. അപ്പോൾ നമ്മൾ 3 പേരും കൂടെ ഒറ്റയടിക്ക് പോകുന്നു. അപ്പോൾ അവിടെ ആ ഗേറ്റിൽ നമ്മൾക്ക് 3 അല്ലെങ്കിൽ 1 എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സെലക്ട് ചെയ്യാനുള്ള നമ്പേഴ്സ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മളതിൽ 3 പ്രസ് ചെയ്യണം. എന്നിട്ട് അവർ 1 by 1 ആയിട്ട് പാസ്പോർട്ട് സ്കാൻ ചെയ്യാൻ പറയും. അപ്പോൾ ഞങ്ങൾ ആദ്യം എൻ്റെ ചെയ്തു, അത് കഴിഞ്ഞ് ശ്വേതയുടെ ചെയ്തു, ഋഷിയുടെ ചെയ്തു. അപ്പോൾ ആ ഗേറ്റ് തുറന്നിട്ട് 3 പേരും കൂടെ മുന്നോട്ട് പോകാൻ പറയും. എന്നിട്ട് അവിടെ നമ്മുടെ ഫോട്ടോ എടുക്കുകയാണ്. അപ്പം 3 പേരുടെയും കൂടെ ഒരുമിച്ച് ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുന്നു. ഗ്രൂപ്പ് ഫോട്ടോ എടുത്ത് കഴിയുമ്പോഴത്തേക്കിനും അത് നമ്മുടെ ഫേസും അതിനകത്തെ ഡേറ്റയുമായിട്ട് മാച്ച് ചെയ്യുന്നു. എന്നിട്ട് തുറന്നു വിടുന്നു. അതാണ് ബേസിക്കലി സംഭവം. ഋഷിയുടെ പാസ്പോർട്ട് ഞങ്ങൾ ജനിച്ച് 3-ാം മാസം എടുത്തതായതുകൊണ്ട് ആ സമയത്തെ ഫോട്ടോ ആയതുകൊണ്ട് അത് മാച്ച് ആവാത്തതുകൊണ്ട് ഒരു ഓഫീസർ ഓടി വരുന്നു. അയാൾ വന്ന് നോക്കിയിട്ട് അയാൾ മാനുവലി ഋഷിനെ നോക്കിയിട്ട് അയാളുടെ കയ്യിലൊരു ഐപാഡ് ഉണ്ട്. ആ ഐപാഡിൽ അയാൾ എന്തോ ഓക്കെ കൊടുക്കുന്നു. ഗേറ്റ് തുറക്കുന്നു. ഞങ്ങൾ പുറത്ത് വരുന്നു. ഋഷിയുടെ ഫേസും കൂടെ മാച്ച് ആയിരുന്നെങ്കിൽ ഒരു ബുദ്ധിമുട്ടുമില്ല, ഒന്നുമില്ല. ഇത് അല്ലേ തന്നെ ബുദ്ധിമുട്ടില്ല. ഇറ്റ് ഈസ് റിയലി നൈസ്. ഞാൻ ഞെട്ടിപ്പോയി. അവരുടെ ആ ഒരു അത്രയും ഫാസ്റ്റ് ആൻഡ് എഫിഷ്യൻ്റ് ആയിട്ടുള്ള ആ ഒരു ഇമിഗ്രേഷൻ സിസ്റ്റം കണ്ടിട്ട് സത്യം പറഞ്ഞാൽ ഞാൻ അന്തം വിട്ട് ഞെട്ടിപ്പോയി. നമ്മൾ നിൽക്കുന്നത് ഹോങ്കോങ് ഫ്ലൈറ്റിൻ്റെ അവിടെ തന്നെ അല്ലേ? യെസ്. അപ്പം അത് ഭയങ്കര സംഭവം കേട്ടോ. ഞാൻ ഇത്രയും എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു ഞാനും കണ്ടിട്ടില്ല. സൂപ്പർ, ഔട്ട് ഓഫ് ദ വേൾഡ്. ഇതാണ് ഇന്നോവേഷൻ. 2060 ജീവിക്കുക നമ്മളിപ്പോൾ. സത്യം കേട്ടോ, അത് ഭയങ്കര സിറ്റുമാണ്. ഈ ഗേറ്റ് ഒക്കെ നമ്മുടെ നാട്ടിലും ഉണ്ട്. പക്ഷെ നമ്മളവിടെ ചെയ്യുമ്പോഴത്തേക്കും നമ്മളവിടെ ചെന്ന് ആദ്യം തമ്പ് ഞെക്കണം, ബോർഡിംഗ് പാസ് സ്കാൻ ചെയ്യണം, ഫോട്ടോ എടുക്കണം. തമ്പ് ഞെക്കുമ്പോഴത്തേക്കിനും ഒരു 100 തവണ ഞെക്കിയാലേ മാച്ച് ആവുള്ളൂ. ഫോട്ടോ എടുക്കുമ്പോഴത്തേക്കിനും ഒരു 2 തവണ കണ്ണടച്ച് തുറഞ്ഞാലേ മാച്ച് ആവുള്ളൂ. ചില സ്ഥലത്ത് ഓക്കെ പെട്ടെന്ന് വർക്ക് ചെയ്യും, ചില സ്ഥലത്ത് ഇപ്പോഴും പഴഞ്ച സാധനമോ പഴഞ്ചൻ എന്തൊക്കെയാണ് ഉണ്ടാകില്ല. ഇന്നോവേഷൻ എന്ന് പറയുമ്പോഴത്തേക്കിനും സിംഗപ്പൂർ ടോപ്പ് നോച്ച്, ഒരു രക്ഷയില്ല. കമോൺ. വെൽക്കം ടു സിംഗപ്പൂർ. നൈസ് ടു മീറ്റ് യു. വെൽക്കം ടു സിംഗപ്പൂർ. നൈസ് ടു മീറ്റ് യു. അല്ല, ടോണി ചേട്ടൻ അവിടെ പുറത്ത് നിൽപ്പുണ്ട്.
പക്ഷേ ഈ പെട്ടിയെല്ലാം കൂടെ ടോണി ചേട്ടൻ്റെ വണ്ടി കയറത്തില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ മിക്കവാറും ടാക്സി എടുത്ത് തന്നെ പോകേണ്ടി വരും. ഞങ്ങൾ ഇറങ്ങി വരുന്ന വീഡിയോ ഒക്കെ എടുത്ത് നിങ്ങളല്ലേ ഇവിടെ നിൽക്കേണ്ടേ? അങ്ങനെയല്ലേ? അതെ, ഈ പെട്ടെല്ലാം കൂടെ നിങ്ങളുടെ വണ്ടി കയറുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ഞാൻ മിക്കവാറും ടാക്സി വിളിച്ച് പോകേണ്ടി വരും, ഇല്ല വല്ല ലോറിയൊക്കെ വിളിക്കേണ്ടി വരും. ഞാൻ വല്ല ലോറിയൊക്കെ വിളിക്കേണ്ടി വരും. ഒരാളോട് നിൽപ്പുണ്ടേ, എന്നെ ആരെല്ലാം അങ്ങോട്ട് വന്ന് മൈൻഡ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുവാണേ. അവരതാ അവിടെ തിരിച്ചേറി പോയാലോ, എന്നെ ആരെങ്കിലും വന്ന് മൈൻഡ് ചെയ്യണം എന്ന് പറഞ്ഞ് നിൽക്കുവാണ്. നാളെ വിട്ടു. ആർക്കാ? നിനക്കാണോ? ആർക്കാ വെയിറ്റ് ഉള്ളത്? നിനക്കാണോ? എനിക്ക് അതിനേക്കാളും വെയിറ്റ് ഉണ്ടോ? നീ വെയിറ്റ് ഇട്ടത് മതി. ഒന്ന് പറയാ, ഇത് എവിടെയാന്ന്? സിംഗപ്പൂര്. എന്റെ ക്യാമറ തല്ലിപ്പടക്കരുത്. എന്റെ ഫോണ് കാണട്ടെ. തൂങ്ങാതെ അവിടെ ഇട്ടിട്ട് പോകട്ടോ. ഷോ കാണിക്കണ്ട, മതി. ജാട ഇടണ്ട, വിട്ടേക്ക്. ജാടൊന്നും ഇടണ്ട, വിട്ടേക്ക്. നല്ല കുട്ടിയാ. BMW X3 ആണെങ്കിലും വെളുത്തിരിക്കുക. കണ്ടില്ലേ? നോക്കി, ഞാൻ വെളുത്തിരിക്കുക. ഈ ക്യാമറയുടെ ട്രിക്കാ, ഞാൻ എന്നെ വെളുപ്പിച്ചു. ആണെങ്കിലും നമ്മൾ അതിനകത്ത് ചെറിയ സംഭവമൊന്നും അല്ല എന്ന് തെളിച്ചിരിക്കുകയാണ്. നമ്മൾ ഇത്ര 3 പെട്ടി പ്ലസ് 4 പെട്ടി എല്ലാം കയറ്റിയിരിക്കുകയാണ്. ഹലോ ഗൈസ്, അങ്ങനെ സിംഗപ്പൂരിൽ വന്നു കഴിഞ്ഞാൽ നമ്മളുടെ ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഇവിടേക്ക് വന്നത് തന്നെ ഇവിടെ വന്ന് ചൈനീസ് ഫുഡ് കഴിക്കാൻ വേണ്ടിയാണ്. ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ സിംഗപ്പൂർ വന്ന് നമ്മുടെ ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത്, യെസ്, എഴുതിയിരിക്കുന്നുണ്ടല്ലോ, നോക്കി, ക്രേവിംഗ് ചൈനീസ്. എവിടെ? ക്രേവിംഗ് ചൈനീസ്. ക്രേവിംഗ് ഫോർ ചൈനീസ്. യെസ്, ലെറ്റ്സ് ഹാവ് ചൈനീസ് ഫുഡ്. ചൈനീസ് ഫുഡ് കഴിച്ചില്ലേ? ഹോങ്കോങ്ങിലല്ലേ? ഞങ്ങൾക്ക് കഴിക്കാൻ പറ്റുന്ന ടൈപ്പ് ചൈനീസ് ഫുഡ് എവിടെയെങ്കിലും കിട്ടുമോ എന്ന് ഞാൻ കുറേ നോക്കി, പക്ഷെ കിട്ടിയില്ല. ഇത് കണ്ടോ, ഒരാൾ പറയുന്നത് തന്നെ തെള്ളുന്നുണ്ട്. ഹോങ്കോങ് ഫുഡ് ഞങ്ങൾക്ക് ഇഷ്ടമല്ല, ഞങ്ങൾക്ക് ഒട്ടും ഇഷ്ടമല്ല. സിംഗപ്പൂരിൽ നിന്ന് ഹോങ്കോങ് പോയിട്ട് ഹോങ്കോങ് മൊത്തം ഇന്ത്യൻ ഫുഡ് കഴിച്ചു കാണുന്ന ടീമാണ്. ഞാൻ നിന്നോട് എന്തെങ്കിലും ചെയ്തോ? പിന്നെ എന്തിനാ എന്നെ തള്ളുന്നത്? നടക്കുന്നുണ്ട്. ഇവിടെ ചൈന ടൗണില് കുറെ അപ്പൂപ്പന്മാരും അമ്മൂമ്മമാരും ഇരുന്ന് കരോക്കെ പാടുന്നുണ്ടോ? അതൊക്കെ പുള്ളി നല്ല പാട്ടുകാരനാട്ടോ, നല്ല അടിപൊളിയായിട്ട് പാടും. നല്ല പ്രായമുണ്ട് പുള്ളിക്ക്. അവിടെ ഇരിക്കാം. സീറ്റ് ഔട്ട് സൈഡ് ചെയ്താ? ഓക്കെ. എവിടെ ഇരിക്കണ്ടേ? ഇവിടെ ഇരിക്കണോ? പോകുന്നു ചേത. എന്റെ എവിടെ പോകുന്നേ? എവിടാ? ഓ, ഓക്കെ. ഹായ്, ഐ നീഡ് ദിസ് വൺ. Spicy, yeah. Okay. This, but no pork. Yeah, inside the pack. No pork. No meat. Okay, No meat. okay, No okay. meat. Only beans. Yeah, spicy cannot. Okay. Wait. Okay. This is only meat. No meat. Okay, No okay. meat. No meat. Okay. Yeah. Okay. Only that. This one. This one with the bone. This with bone. Yeah, with the bone. Without- This one is not. No bone. No bone. Okay. No bone. Okay. പറയണം. This 3. 350. Enoki one. This one. Yes. That's the enoki mushroom. Yes. Okay. Chicken. ചിക്കൻ ഓൾറെഡി അപ്പ പറഞ്ഞിട്ടുണ്ട്. കുടിക്കാൻ എന്താ വേണ്ടേ? Chicken lime juice. Lime juice. You have lime juice? Yeah, have. Three lime juice. അത് പറയണം. Yeah. The chicken is spicy. One normal fried rice. Oh, okay. One, How about the fried rice with the egg? Okay. Yeah. That's like, fried Yeah. rice again. No egg, no meat. No egg. No egg, no chicken. No egg, no chicken. Soy sauce again. Huh? Soy sauce with the rice. Yeah. Put, Yes. Okay. Yeah. Normal is no ice, right? Yes. Oh. Yes. അത് തങ്ങൾ ഐസ് കുടിക്കില്ലേ? ഐസ് കുടിക്കത്തില്ലേ? ഇല്ല, ഞാൻ സാധനം കുടിക്കാറില്ല. അയ്യോടാ. Soy sauce with the rice is hot. Right, it's okay, right? Yeah. Okay, good. Thank you. പണ്ട് വെറുതെ ഒരു ഷീറ്റ് ഓഫ് പേപ്പറിലായിരുന്നു വലിയൊരു മെനു കാർഡ് ആക്കി കഴിച്ചു. ഇവിടുത്തെ മെനു ഒക്കെ മാറി അടിപൊളിയായി. മെനുവിൽ റേറ്റ് കൂടിയിട്ടുണ്ടോ? ഓറിയന്റൽ ചൈനീസ് റെസ്റ്റോറന്റ് എന്ന് പറഞ്ഞ റെസ്റ്റോറന്റ്
ഇപ്പൊ മലയാളികളല്ല ഇന്ത്യക്കാരല്ലേ ഇവിടെ വരുന്നത് അല്ലേ? ഈ ഓറിയന്റൽ റെസ്റ്റോറന്റിന്റെ ലൊക്കേഷൻ അയച്ച് ഞാൻ കൊടുത്ത് മടുത്ത്. ഞങ്ങൾ അമ്മ അച്ഛനായിട്ട് വന്നപ്പോൾ പോലും അവർക്ക് വരെ ഇഷ്ടപ്പെട്ടായിരുന്നു. ഇത് കണ്ടില്ലേ, ഇത് ഇവിടുത്തെ ഞങ്ങളുടെ ഒരു ഫേമസ് ബീൻസ്. ഓ, ഇത് മറ്റേ ഗ്രിൽഡ് സാധനം. ഈ പൊടിയാണ് നമ്മള് ഷിൻജിയാങ് പോകുമ്പം, ഞാൻ പറഞ്ഞില്ലേ, ഷിൻജിയാങ് പോകുമ്പോ എല്ലാ ഇറച്ചിയുടെ മേളിലും വെജിറ്റേറിയന്റെ മേളിലും ഇട്ട് തരുന്ന ഒരു ചാറ്റ് മസാല പോലത്തെ ഒരു പൊടിയാണ്. കഴിച്ചോ. ഇത് ലൈം ജ്യൂസ് ആണ് ഗൈസ്, ഈ കളറ്. ഇത് എഗ് ബുർജി പോലത്തെ ഒരു സാധനമാണേ. പിന്നെ ബ്രോക്കോളി സ്റ്റിർ ഫ്രൈഡ്, ഇത് ഇവരുടെ പൊറോട്ട പോലത്തെ ഒരു സാധനം. പിന്നെ ഋഷിക്ക് ഫ്രൈഡ് റൈസ്. ഇത് നമ്മുടെ മുട്ടയും മുളകും, പച്ചമുളകും. പക്ഷെ ഇത് ഇതേപോലെ എടുത്ത് കഴിക്കാൻ പറ്റും. വേണ്ട അതിൻ്റെ ഡേയ്സ് എല്ലാം ചൂടോടെ എത്ര പെട്ടെന്ന് ഉണ്ടാക്കി കൊടുത്തരുന്നേ. ഓ, അടിപൊളി. പിന്നെ നമ്മുടെ പെറുക്കി തിന്നുന്ന ചിക്കൻ വന്നു. ഇത് ഒരു സിച്ചുവാൻ സ്റ്റൈൽ ഡിഷാണ്. ഇതാണ് ശരിക്കുള്ള ചില്ലി ചിക്കൻ. ബോൺലെസ്സും കിട്ടും, വിത്ത് ബോൺ കിട്ടും, എല്ലാം കിട്ടും. പിന്നെ ഈ സാധനം, ഇത് ഇനോക്കി മഷ്റൂം. അടിപൊളി സാധനമാണ്. ഓ, ദാറ്റ്സ് യമ്മി അല്ലേ? സന്തോഷമായോ ഗോപി ഏട്ടാ? ഹാപ്പി ആയോ? അവര് ഹാപ്പി ആയില്ല, എന്നെ ഉറക്കം വരുന്നു. താങ്കൾക്ക് ഹാപ്പി ആയോ? സൂപ്പർ. ഈ കഴിഞ്ഞ കുറെ ദിവസത്തെ യാത്രകൾക്കിടയിൽ മനസ്സ് നിറഞ്ഞ് സംതൃപ്തിയോടെ ഫുഡ് കഴിച്ചില്ല. ഞാൻ സിംഗപ്പൂർ വരേണ്ടി വന്നു കഴിച്ചത്. ഇതാണ് നമ്മുടെ റെസ്റ്റോറൻറ്റ്, ഓറിയൻ്റൽ ചൈനീസ് റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ സ്ട്രീറ്റിൻ്റെ അങ്ങേ അറ്റം മുതൽ ഈ കാണുന്ന ഇത്രയും ഷട്ടറുകൾ ഈ ഒരൊറ്റ റെസ്റ്റോറൻറ്റാണ്. റെസ്റ്റോറൻ്റാണ്. ഞങ്ങളിപ്പോൾ ഇത്രയും ഫുഡ് എല്ലാവരും കൂടെ കഴിച്ചത് ഞങ്ങൾക്ക് $87 എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഏകദേശം ഒരു 6000 രൂപ. ഞങ്ങൾ ഹോങ്കോങ്ങിൽ നിന്ന് ഞങ്ങൾ 3 ദോശ കഴിക്കുന്ന റേറ്റായി അത്. അല്ല, ഡിസ്നി ലാൻഡിൽ പോയി ഞങ്ങൾ ആ ഫുഡൊക്കെ കഴിച്ചിട്ട് എൻ്റെ അമ്പോ ഒന്നും പറയണ്ട. ഞങ്ങൾ സംതൃപ്തിയോടുകൂടി ഞങ്ങൾ ഭക്ഷണം കഴിച്ചു ഗൈസ്. നല്ല സന്തോഷത്തോടെ ഹാപ്പി ആയില്ലേ? കിടന്നുറങ്ങുകയും ചെയ്യാം നമുക്ക്. ടോണിച്ചേട്ടാ, നിങ്ങളെ പണ്ട് കണ്ട ഋഷി അല്ല ഇത്, ബിഗ് ബോയ് ആയിപ്പോ. എടുത്തോണ്ട് നടത്തി വഷളാക്കണ്ട. അച്ഛൻ ഇരിപ്പുണ്ടല്ലേ? ഇപ്പൊ നേരെ താഴോട്ട് പോകും. ഏതാ? കൈ വിട്ടാ മതി, താഴെ ഇറങ്ങും. ആണോ? ഈ ചൈന ടൗണിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഫുള്ള് റെസ്റ്റോറൻറ്റുകളാണ്. അതായത് മൊത്തം ഇവിടെ ഡിഫറെൻറ്റ് ടൈപ്പ്. അതായത് ചൈനയിൽ തന്നെ ഓറിയന്റല്ലേ? ഇത് ഓറിയൻ്റൽ തന്നെയാണ്, സെയിം അവരുടെ തന്നെ സ്ഥലമാണ്. പക്ഷേ ഇത് കുറച്ചും കൂടെ ഹൈഫൈയാണ്, റേറ്റ് കൂടുതലായിരിക്കും. കുറച്ചും കൂടെ പ്രീമിയം ലുക്കാണ് അവിടെ. ഇവിടെ അതായത് നമ്മളിപ്പോൾ ഇന്ത്യൻ ഫുഡ് എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ കേരള ഫുഡ്, തമിഴ്നാട് ഫുഡ്, പിന്നെ ആന്ധ്ര ഫുഡ്, പിന്നെ എന്താ പറയുക, പിന്നെന്താ ഫുഡാ, പഞ്ചാബി ഫുഡ് എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ഈ ചൈനീസ് ഫുഡിലും നമുക്ക് സിച്ചുവാൻ ഫുഡ്, പിന്നെ യൂനാൻ ഫുഡ്, പിന്നെന്താണ് ഷിൻജാങ് ഫുഡ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ചൈനീസ് ഫുഡാണ്. നമ്മുടെ നാട്ടിലെ പോലെ തന്നെയാണ്. ഓരോ നാട്ടിലും ഓരോ പ്രൊവിൻസിലും ഓരോ ടൈപ്പ് ഫുഡാണ്. അതിൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഫുഡ് എല്ലാം കഴിക്കാൻ പറ്റില്ല കേട്ടോ. നമുക്ക് ഒരു പ്രത്യേകതരം ഫുഡ് നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ. ഒരു സിച്ചുവാൻ ഫുഡാണ് ഞാൻ ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സ്ഥലം എന്ന് പറയുന്നത്. അങ്ങനെ ആ ചൈന ടൗണിലൂടെ നടക്കുമ്പോഴത്തേക്കും ബോംബെ മെക്സിക്കൻ എന്നും പറഞ്ഞുകൊണ്ട് ഇന്ത്യൻ ആൻഡ് മെക്സിക്കൻ ക്യൂസിൻ എന്ന് പറഞ്ഞൊരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റും കൂടെ ഇവിടെ കാണാൻ സാധിക്കും. അതൊക്കെ പുതിയതാണ്, അത് ഞാൻ ആദ്യമായിട്ട് കാണുന്നതാണ്. കാരണം ചൈന ടൗണിൽ ചൈന ഫുഡ് കഴിക്കാൻ വേണ്ടി വരുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് ഇന്ത്യൻ ഫുഡ് കഴിക്കാൻ തോന്നി കഴിഞ്ഞാൽ അതും കഴിക്കാമല്ലോ. ഇത് കണ്ടോ ഗൈസ്, നോക്കി ചൈനീസ് ന്യൂ ഇയർ അല്ലേ വരുന്നത്. അപ്പോൾ ചൈനീസ് ന്യൂ ഇയർ ആകുമ്പോഴത്തേക്കിനും ഇതുപോലത്തെ കുറേ സംഭവങ്ങളൊക്കെ കാണാൻ സാധിക്കും നമുക്ക്. വാവ്, കൊള്ളാമല്ലേ? ഇനി പെട്ടിക്കകത്ത് സ്ഥലമില്ല, ഇനി ഒരു പെട്ടി കൂടെ വാങ്ങാനും പറ്റത്തില്ല. വാ പോവാം. ഇത് ഭയങ്കര മാഗ്നറ്റിക് സ്റ്റോറാണല്ലേ. ഡു നോട്ട് ബ്രിങ് ദ മാഗ്നറ്റ്സ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ശരി, കാണാം. ബൈ. ഗുഡ് നൈറ്റ് ആൻഡ് സീ യു ടുമോറോ. നാളെ മുടി വെട്ടണം, തുണി അലക്കണം, അങ്ങനെയൊക്കെയുള്ള പരിപാടികളൊക്കെ ഉണ്ട് നാളെ. അതാണ് നാളത്തെ പരിപാടി. ഓക്കെ, അപ്പോൾ ശരി, ബൈ. ഗുഡ് നൈറ്റ് പറഞ്ഞു ടോണി ചേട്ടനോട്. ബൈ പറ. സീ യു ടുമോറോ. ഓ, ഇത് കണ്ടോ നോക്കി, ഞങ്ങളിവിടെ ഹോട്ടലിൽ വന്ന് ചെക്ക് ഇൻ ചെയ്തു. എന്തിൻ്റെ ഷേപ്പിലുള്ള സൈക്കിളാണ്? ഡ്രാഗണിൻ്റെ ഷേപ്പിലുള്ള സൈക്കിൾ കണ്ടില്ല നോക്കി. ഇവിടെ എല്ലാം മറ്റേ ചൈനീസ് ന്യൂ ഇയർ സെലിബ്രേഷൻസിൻ്റെ ഭാഗമായിട്ട് ഓരോരോ സംഭവങ്ങൾ ഇവിടെ വെച്ചിരിക്കുകയാണ്. ഋഷി പെട്ടി കൊണ്ട് പോകാറ്. അമ്മ എല്ലായിടത്തും ലോക്കാവും. കമോൺ ഗെഡിൻ. ഞങ്ങളങ്ങനെ റൂമിലെത്തിയിരിക്കുകയാണ് ഗൈസ്. ആക്ച്വലി ഈ പെട്ടി നമുക്ക് വണ്ടിക്കകത്ത് തന്നെ വെച്ചാൽ മതിയായിരുന്നു അല്ലേ, എല്ലാം കൂടെ എടുത്തുകൊണ്ട് പോകണ്ടായിരുന്നു. പെട്ടി ഇറക്കുക കയറ്റുക.
ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഗൈസ് നമ്മൾ റൂമിൽ എത്തിയിരിക്കുകയാണ്. എങ്ങനെയുണ്ട് സിംഗപ്പൂരിലെ മുറി? എവിടെ ഏതാ റൂം? ഞങ്ങൾക്ക് ഒരു പൂൾ വ്യൂ റൂം തന്നെ ഇവിടെ കിട്ടിയിരിക്കുകയാണ്. നോക്കൂ, അടിപൊളി. ഇപ്പൊ രാത്രി തന്നെ പോണോ? ഇപ്പൊ രാത്രി പോണോ? അത് ക്ലോസ് ആണ് കേട്ടോ. രാത്രിയിൽ സ്വിമ്മിംഗ് പൂളിൽ പോകണമെന്ന്. ഇത് ഏതോ ഒരു സ്ഥലത്ത്, ഏതാ സ്ഥലം എന്ന് എനിക്കറിയത്തില്ല. നമ്മുടെ ലിറ്റിൽ ഇന്ത്യക്കും ചൈന ടൗണിനൊക്കെ ഇടയ്ക്കുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ ഇത് ആക്ച്വലി ഒരു പഴയ ഹോട്ടലാണ്, പക്ഷേ അത് റീസെൻ്റ്ലി റിനോവേറ്റ് ചെയ്തിരിക്കുകയാണെന്നാണ് എനിക്ക് റിവ്യൂ വായിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത്. ഇതാണ് ബെഡ്റൂം. യെസ്. അപ്പോൾ നമ്മൾ ഈ ഒരു ട്രിപ്പിൻ്റെ അവസാനത്തെ സ്റ്റേ ആണ് നമ്മൾ ഒരുമിച്ചുള്ളത് ഈ ഒരു രാത്രി എന്ന് പറയുന്നത്. അപ്പോൾ വരുന്നേ ഇത് കണ്ടോ? എവിടെ ടി വി? അതാണ് ടി വി. ഇതെന്ത് പക്ഷേ അതായത് ഈ കാണുന്നത് ഇതെന്ത് സംഭവം? ഇത് കൊള്ളാലോ പരിപാടി. ഇത് ഫോണൊക്കെ ഇതിനകത്തൂടാണോ വിളിക്കുന്നത്? അത് കൊള്ളാലോ പരിപാടി. ഒരു ചെറിയൊരു ക്ലോക്ക് പോലത്തെ ഒരു സാധനമാണ് ഇത്. കണ്ടില്ലേ? ഇത്ര നേരം മിണ്ടുമായിരുന്നു. എന്ത് മിണ്ടി? ഞാൻ കേട്ടില്ലല്ലോ. വെൽക്കം ഞാൻ കേട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ഇവിടെ ഒരു കോഫി മേക്കർ എന്തോ സാധനങ്ങളൊക്കെ ഇരിപ്പുണ്ട്. പിന്നെ ഇവിടെ ഒരു സോഫയുണ്ട്. സിംഗപ്പൂരിൽ ഇത്രയും വലിയ റൂം കിട്ടുക പറയുന്നത് ഇതാണ് ബാത്റൂം. ഇത് അക്കൂസിയാണോ? ഇത് ആണോ? പിന്നെ ഇത് ചെറിയ ബാറ്റപ്പ്. ഇവിടെ ഈ ബാറ്റപ്പിൽ നിന്ന് വേണം കുളിക്കാനായിട്ട്. അതാണ് ബാറ്റപ്പ്. പിന്നെ ഹലോ ആയി. What is the Wi-Fi password? The Wi-Fi network available at our hotel is named My Millennium. You can connect by logging in with your last name and room number. If you need further assistance, please contact the front desk. ഇത് ചൈനക്കാരുടെ പരിപാടിയാണ്. ജാതു എന്നും പറഞ്ഞിട്ട് അവർക്കും ഉണ്ട് ഇതേപോലത്തെ ഒരു സാധനം. ചൈനയിലൊക്കെ ഉള്ള അതിൻ്റെ ഒരു ഇംഗ്ലീഷ് വേർഷൻ. ഇത് കൊള്ളാം കേട്ടോ സംഭവം. ഈ പരിപാടി കൊള്ളാം. ഇത് നമുക്ക് നമ്മുടെ പൂൾ വില്ലയിൽ വാങ്ങിച്ച് വെക്കാൻ പറ്റുമെന്ന് നോക്കണം. ഇതിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് സെറ്റാക്കാൻ പറ്റുമെന്ന് നോക്കണം. എങ്ങനെ പരിപാടി അറിയത്തില്ല, നോക്കാം. എന്തായാലും നമ്മൾ ഈ ഒരു റൂം എന്ന് പറയുന്നത് സിംഗപ്പൂർ ഈസ് ഓൾവേസ് എക്സ്പെൻസീവ്. ഇറ്റ്സ് മോർ എക്സ്പെൻസീവ് ദാൻ ഹോങ്കോങ് എന്ന് വേണം പറയാൻ, പ്രത്യേകിച്ച് റൂമിൻ്റെ കാര്യത്തിൽ. അപ്പോൾ ഇത് 2 ദിവസത്തേക്ക് വി ഗോട്ട് ഇറ്റ് ഫോർ സം 22,000 rupees for 2 nights. അത് ഭയങ്കര എക്സ്പെൻസീവ് ആണ്. കാരണം ഇവിടെ റൂം എടുക്കണമെങ്കിൽ അത്രയും റേറ്റ് ഒക്കെ വരും. സിംഗപ്പൂർ ഈസ് വെരി എക്സ്പെൻസീവ് ഫോർ നോക്ക്. ഇതാണ് പരിപാടി കണ്ടോ. ഞാൻ എന്താ പാടാ, സ്പ്രിംഗ് മാട്രസോ ചാടാനായിട്ട് ആണോ? നീ മെത്തലോട് മാറിയിരുന്ന് ചാട് നീ. ഓക്കെ, അപ്പോൾ എന്തായാലും ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേയ്സ് വീഡിയോ. അപ്പോൾ ഇന്ന് നമ്മൾ സിംഗപ്പൂരിലേക്ക് വന്നു ജസ്റ്റ് ഫോർ ഹാവിങ് ചൈനീസ് ഫുഡ് അല്ലേ? അതാണ് ഗൈസ്. അപ്പോൾ നാളെ ഇവിടെ കുറച്ച് പരിപാടി. അത് കഴിഞ്ഞിട്ട് ഇവരെ പാക്ക് ചെയ്യണം നാട്ടിലേക്ക്. എന്നിട്ട് ഞാൻ എൻ്റെ യാത്രകൾ ചെന്നൈയിലേക്ക്. എന്നിട്ട് ഞാൻ എൻ്റെ യാത്രകൾ തുടരുന്നതായിരിക്കും. അപ്പോൾ സീ യു ഗൈസ് ടുമോറോ വിത്ത് അനദർ വീഡിയോ. അതുവരേക്കും ബൈ.